ഷോ കണ്ട് പുറത്തിറങ്ങി. ഇനി അടുത്ത 5 ഷോ ഉണ്ടായിരുന്നു, 5 ഷോയും കണ്ടു. അടുത്തതായി ഇനി സഫാരി വേൾഡ്, അത് അവിടെ കൊണ്ടുപോകാൻ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു. വണ്ടി കയറിയിട്ട് ഗ്ലാസ് ഒന്നും തുറക്കരുത്, റോഡിൽ സൈഡിലാണ്, ഇങ്ങനെ നമ്മൾ ആ റോഡിൽ കൂടെ പോകുമ്പം സൈഡിലാണ് മൃഗങ്ങളെല്ലാം ഉള്ളത്. അത് ഗ്ലാസ് തുറക്കാതെ മൊബൈൽ നമ്മൾ വീഡിയോ പിടിക്കുന്നെങ്കിൽ അങ്ങനെ വെച്ച് പിടിച്ചാൽ മതി. പക്ഷേ അത്ര ക്ലിയർ ഇല്ല, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. തൊട്ട് ഞങ്ങളെ വണ്ടി പോകുന്നതിൻ്റെ അരികിലായിരുന്നു കടുവയും സിംഹവും എല്ലാം നമ്മൾ കണ്ടത്. കാരണം അവരൊന്നും ആരെയും ഉപദ്രവിക്കുന്നില്ല, കണ്ടില്ലേ കാറെല്ലാം കിടക്കുന്നത്. ഇതേപോലെ കാറൊക്കെ അവിടെ നിന്നിട്ട് അവർ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ഒരു മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ല, ഫ്രീ ആയിട്ട് അവരെ വിട്ടിരിക്കുകയാണ്. മുള്ളുവേലിയില്ല, ഒന്നുമില്ല. ഒരു തടാകമുണ്ട്, അവിടെ വന്ന് ഈ മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷികൾ അതുപോലെ എല്ലാം ഫ്രീ ആയിട്ട് അവർ ജീവിക്കുന്നു. ഒരു പേടിയോ ഭയമോ ഒന്നുമില്ലാതെ, ഒരു മനുഷ്യരെ ഉപദ്രവിക്കാതെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് നമ്മൾ കാണാൻ പോയ എത്ര ബുദ്ധിമുട്ടായിട്ടാണ് അതിനെ ഇട്ടിരിക്കുന്നതും അതിനെ കാണാൻ പറ്റുന്നതും. ഒരു വീഡിയോ പോലും നല്ലവണ്ണം എടുക്കാൻ പറ്റില്ല. അതുപോലെയല്ല. ഓരോ നാടിൻ്റെ വ്യത്യാസമായിരിക്കാം. ഇവിടുത്തെ മൃഗങ്ങളും ഒരു കുഴപ്പമില്ലാതെ മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്ന മൃഗങ്ങളെപ്പോലെ തോന്നും. കരടിയാവട്ടെ, സിംഹമാവട്ടെ, കടുവയാവട്ടെ, ഇതെല്ലാം ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കണ്ടത്. ജിറാഫ്, എന്തൊക്കെ മൃഗങ്ങളുണ്ടോ എല്ലാ മൃഗങ്ങളെയും കണ്ടു. ആ വീഡിയോ ആണ്. പക്ഷേ ഇത് നല്ല ക്ലിയർ അല്ലാത്തത്. ഒത്തിരി മാൻകൂട്ടം നിൽക്കുന്നു. ഈ വണ്ടിക്കകത്തിരുന്ന് ഗ്ലാസ് വഴി പിടിച്ച വീഡിയോ ആയതുകൊണ്ട് ശരിക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, മാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി മാൻ, പല സൈസിലുള്ള മാനുകളായിരുന്നു. കാണുന്ന ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി, ഇത്രയും അടുത്ത്. ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ അത്ര ശരിയായിട്ടില്ല വീഡിയോ, കാരണം ഗ്ലാസ്സിനകത്തൂടെ എടുത്തതല്ലേ. പക്ഷെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഗൈഡ്. ആരും പുറത്തിറങ്ങുന്നില്ല. ഈ വണ്ടികളെല്ലാം അവിടെ നിർത്തിയിരിക്കുന്നതല്ലാതെ ഒരു മനുഷ്യരും പുറത്തിറങ്ങുന്നില്ല. പിന്നെ കുറച്ച് ഞങ്ങൾ വന്നതിൻ്റെ മുന്നിലായിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വാൻ കിടപ്പുണ്ട്. അതിലൊന്നോ രണ്ടോ പേര്, അത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ ഒരു മനുഷ്യരൊന്നും ഒന്നും കാണാനില്ല. ഇന്ന് തന്നെ 4ാമത്തെ ദിവസമായി. നാളെ 5ാമത്തെ ദിവസം. നാളെ ഉച്ചവരെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക്. ഇവിടെ തായ്ലാൻഡിൽ വന്നിട്ട് നല്ല നല്ല കാഴ്ചകൾ കാണാനും നല്ലവണ്ണം ആസ്വദിക്കാനും സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നി മനസ്സിന്. കണ്ടോ സിംഹം കിടക്കുന്നത്.
കടുവ. കരടി എല്ലാ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒരു സ്വസ്ഥമായി ജീവിക്കുന്നു ഇവിടെ. ആരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങൾ ഗൈഡിനോട് ചോദിച്ചു, ഇത് ആരെങ്കിലും ഉപദ്രവിക്കില്ല? ഇവിടെയൊന്നും ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞു. സുഖമായി ഇരിക്കുന്നു ഇപ്പം. ഇങ്ങനെ ഒരു സഫാരി വേൾഡും ഷോൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞു.